ഹലോ, നമ്മൾ നാട്ടിൽ വന്നതിനുള്ള പ്രധാന കാരണമാണ് കേട്ടോ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലാണ് പ്രധാന താരം. ആളുടെ മാമോദീസ ബാപ്റ്റിസം ആണ് ഇന്ന്. അപ്പോൾ ഞങ്ങളാണ് ഗോഡ് ഫാദറും ഗോഡ് മദറും ആവുന്നത്. സോ ഞങ്ങളെല്ലാവരും റെഡിയായി നേരെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഗ്രീൻ കളർ തീമാണ് കേട്ടോ, ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും കൂടെ പിടിച്ചത്. അപ്പോൾ എങ്ങനെയാണ് സൈഡിലെ ഒരു ഡെക്കറേഷൻ വ്യൂ എങ്ങനെയാണെന്നുള്ളത് സൈഡിൽ കാണിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പല പല കാറുകളിലായിട്ട് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി ദൂരെയൊന്നും അല്ല കേട്ടോ, ഒരു 2 to 3-4 മിനിറ്റ്സ് അതിനുള്ളിൽ നമ്മൾ എന്തായാലും എത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. ഞങ്ങളുടെ മാരേജ് ഇവിടെ വെച്ച് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. മോസ്റ്റ് ഓഫ് ദ റിലേറ്റീവ്സും ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ആ ചടങ്ങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് നിന്ന് അച്ഛൻ പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് അകത്തേക്ക് കയറ്റാൻ പോവാണ്. എനിക്ക് ആക്ച്വലി ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലൈക്ക് ഗോഡ് മദർ എന്ന നിലയിൽ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ആ പുറത്തുനിന്നുള്ള ചടങ്ങ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ അകത്തേക്ക് കയറി. എനിക്ക് ഇവിടെ വെച്ചിട്ട് എൻ്റെ ഫേസ് കണ്ടപ്പോൾ കുറച്ച് ടെൻഷനുള്ള പോലെ ഫീൽ ചെയ്തിട്ട്. ആക്ച്വലി എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിൻ്റെ തലേദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ടെൻഷൻ അടിക്കാനൊരു സമയം കിട്ടിയില്ല കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ബാപ്റ്റിസം ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളും പല രീതിയിലാണല്ലേ. ഞാൻ ചിലരോട് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ഇതുപോലെ വെള്ളം ഒഴിക്കല്ല, മുക്കിയെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. തലയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ തുടച്ച് കഴിയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ പ്രെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നടന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഏറ്റു പറയാനും പ്രോമിസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ചടങ്ങെല്ലാം ഭംഗിയായി പൂർത്തിയായി. ചെറിയൊരു ഫാമിലി ഫോട്ടോഷൂട്ട് സെഷൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ പള്ളിയിൽ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി. ബാക്കി ഫംഗ്ഷൻ എല്ലാം വീട്ടിലാണ് കേട്ടോ. ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ആശാൻ എണീറ്റിട്ട് കുറച്ച് വാശിയായിരുന്നു. ഉറക്കത്തിൻ്റെ ഒരു വാശിയുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായിട്ടോ. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളം. നമ്മുടെ ചേച്ചിയുടെ പിള്ളേരാണ് ഇവർ. ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ഒരു 3 പേരാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അതിന്റെ പ്രൊഡ്യൂസർ. അങ്ങനെ ആ പള്ളിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡെക്കറേഷൻ. ഇതാണ് കുഞ്ഞിന്റെ പേര് ഫുള്ള് ചിയാൻ ആന്റോണിയോ മിലൻ. സോ വീട്ടിൽ വെച്ച് നമുക്കൊരു കേക്ക് കട്ടിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, അരഞ്ഞാണം കിട്ടി. നമ്മൾ പിന്നെ കാലിൽ തളയിട്ടു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചൂടെടുത്ത് ചത്തുട്ടോ. ഞാൻ ഹെയർ ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ സാരി, ഞാൻ കല്യാണിന്ന് വാങ്ങിയതാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ താരം ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ 5 വോൾട്ടേജിലാണ് കേട്ടോ. അങ്ങനെ ഗസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. ആദ്യം ചിക്കൻ സ്റ്റൂവും അപ്പവും കട്ട്ലേറ്റും ആയിരുന്നു. ആദ്യം കട്ട്ലേറ്റ് പെട്ടെന്ന് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലൊരു അടിപൊളി നോൺ വെജ് സദ്യയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ഐസ്ക്രീം കൂടെ കഴിച്ചു. നേരെ പോയി ദേഹം കഴുകി ഡ്രസ്സൊന്ന് മാറിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. മുടിയെല്ലാം കൂടെ പൊക്കി ഞാൻ ടൈ ചെയ്ത് വെച്ചു കേട്ടോ. എന്തൊരു ആശ്വാസമായിരുന്നു. കഴിഞ്ഞ് ഞാൻ എന്തോ ആവശ്യത്തിന് പുറത്ത് പോയപ്പോൾ ഞങ്ങളും കൂടെ ചാടിക്കയറി വണ്ടിക്കകത്തിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വരാമല്ലോ എന്ന് ഓർത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മളത് ഗിഫ്റ്റൊക്കെ അൺറാപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി. എണീറ്റിട്ട് വന്ന് നോക്കുമ്പോൾ നിച്ചു പുഴയിൽ കിടന്ന് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം സന്ധ്യ ആയിട്ടോ. സ്റ്റിൽ ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് വരാൻ പറ്റാത്തവരൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആരും ഇപ്പോൾ പോകത്തില്ലല്ലോ. സോ ഞാനും അവരുടെ കുറച്ച് നേരം പോയിരിക്കട്ടെ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.